നമ്മളെ വീട്ടിൻ്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു വീട് വിൽക്കാൻ വേണ്ടിയിട്ട്. അത് ആ ഒരു വലിയ കല്ലിലാണ് വെച്ചിരുന്നത്. അതുപോലും മറിഞ്ഞ് വീണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ എത്രത്തോളം വലിയ കാറ്റും മഴയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ. കണ്ടില്ലേ, എല്ലാം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ചെടികളും എല്ലാം നശിച്ചു. അതാ എല്ലാം തൊഴിഞ്ഞു വീഴുന്നുണ്ട്. കണ്ടില്ലേ, മരത്തിൽ നിന്ന് ആ ഇതിൽ നിൽക്കുന്നതാണ് ചെറിയ ചക്ക അങ്ങനെയുള്ള സകല സാധനങ്ങളും വീണിട്ടുണ്ട്. ഇനി നമുക്ക് മേളിലോട്ട് പോയി നോക്കിയാലേ ഇനി എന്തൊക്കെ വേറെ തൊഴിഞ്ഞ് വീണിട്ടുണ്ട് എന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ഇവിടെ നിന്നതാണ്, ഇവിടുത്തെ മരത്തിൽ നിന്ന് വീണതാണ്. ഇത് ഇവിടെ നിൽക്കുന്ന മരത്തിൽ നിന്ന് വീണതാണ് ഈ 2 ചക്ക. കണ്ടില്ലേ, ഇത് ഭയങ്കര കടുത്ത മഴയാണ്, എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം. ഇനി പുറത്ത് നിൽക്കുമ്പോഴായിട്ട് വല്ല തേങ്ങയും ചക്കി എൻ്റെ മണ്ടയ്ക്ക് വീഴുമെന്ന് അറിയത്തില്ല. അവിടെ ഞാൻ അകത്തോട്ട് കയറാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് കാറ്റും മഴയൊക്കെ. മഴ ചെറുതായിട്ട് തൂറ്റിക്കൊണ്ടിരിക്കുവാണ്, പക്ഷെ കാറ്റ് ചെറുതായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും കാറ്റടിക്കും. ഇടവിട്ടാണ് ഇത്. ഇപ്പം ടൈം വന്നിട്ട് ഒരു ഉച്ച സമയമാണ്. ഈ ഉച്ച സമയം ഇത്രയും ഒരു സന്ധ്യ സമയം അല്ലെങ്കിൽ ഒരു രാവിലെയുള്ള ഫീല് പോലെയായിട്ടാണ് തോന്നുന്നത്. ഉച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉച്ചയാണെന്ന് തോന്നത്തേ ഇല്ല, അങ്ങനത്തെ ഒരു ഇതിലാണ്. ഇന്ന് രാവിലെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. രാവിലെ ആയെന്ന് ഒരിക്കലും പറയത്തില്ല. ഒരു 9 മണിയായപ്പോൾ തന്നെ വെളുപ്പാകാലത്തെ പോലത്തെ ഒരു ഫീലായിരുന്നു. കാരണം അത്രയ്ക്ക് ഇരുണ്ടാണ് കിടന്നത്. ഇതുവരെയായിട്ടും ഉച്ചയായിട്ട് പോലും ഇതുവരെയായിട്ടും വെയിലെന്ന് പറയുന്ന സാധനം വന്നിട്ടില്ല. ഇന്നത്തെ ദിവസം ഫുള്ള് മഴയായിരുന്നു, ഒരു റെസ്റ്റ് ഇല്ലാതെ പെയ്തുകൊണ്ടിരുന്നു. ഭയങ്കര കാറ്റും. ഇതിനിടയ്ക്ക് വീടിനകത്തുള്ള പല സാധനങ്ങളും തറയിൽ വീണ് പൊട്ടിയിട്ടുണ്ട്. ഗ്ലാസ് ഐറ്റംസ്, പിന്നെ പൊട്ടാത്തത് ഭാഗ്യം. കുറേ സാധനങ്ങൾ ഇങ്ങനെ ജനലിനടുത്ത് ഇരുന്ന പല സാധനങ്ങളും പൊട്ടിയായിരുന്നു. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ വാഴ, മരിച്ചിനി അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി എന്തായി എന്നൊന്നും അറിയാൻ പാടില്ല. ഇത്രയും വലിയ മഴയൊക്കെ ആയതുകൊണ്ട് മിക്കവാറും അതിനെന്തെങ്കിലും സംഭവിച്ച് കാണുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇങ്ങനെയൊരു സംഭവത്തോടെ ഇത്രയും വലിയ നഷ്ടം ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ്. എല്ലാം പോയി. കാറ്റും മഴയിൽ നിൽക്കണ ഒരു പ്ലാൻ ഉണ്ടോയെന്ന് തോന്നുന്നില്ല. വഴിയിൽ അവിടെയുള്ള മണ്ണൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അതെനിക്കിപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല, കാരണം നല്ല കാറ്റും മഴയാണ്. എന്തെങ്കിലും വന്നെൻ്റെ തലയിൽ കൂടെ വീണാലും അറിയത്തില്ല. കാരണം അത് അവിടെയാണ് വഴിയുള്ളത്, താഴോട്ടാണ് നമ്മളെ വഴി. അപ്പം അവിടെ എന്തെങ്കിലും ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. കാരണം ചെറുതായിട്ടൊക്കെ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ